കൗണ്ടിങ് തുടങ്ങിയല്ലോ. ഒന്നും പറയാനില്ലേ? പറയാനുണ്ട്. ന്യായീകരിച്ച് മെഴുകരുത്. നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ പാർട്ടിയോ ഒക്കെ തോറ്റു കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ജനവിധി അങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാതിരിക്കുക. അത് ജയിച്ച ആളുകളുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി ഒരാളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ പ്രതീക്ഷക്ക് ഒത്തു ഉയർന്നിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല. ഇത് നമ്മൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഒക്കെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അത് നല്ല കുറവുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും ഒക്കെ ഈ ന്യായീകരണം എന്ന് പറഞ്ഞ പരിപാടി നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും. ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥാപനം തുടങ്ങി, നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ അതങ്ങ് പിക്കപ്പ് ചെയ്തില്ല, അതങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കത്തുന്ന പുരയെന്ന് വലിച്ചു വരുന്ന കഴിക്കോല് ലാഭം എന്ന് കിട്ടിട്ടില്ലേ, അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ റെസ്ക്യൂ ചെയ്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ന്യായീകരണം എന്ന് പറയുന്ന പരിപാടി.